പിന്നീട് അത് പൂർത്തിയായത് ഈ അടുത്ത കാലത്ത്. ഞാൻ ഓർമ്മിക്കുന്നില്ല, അത് 2 ഘട്ടം ഉണ്ടായി. ഈ 2 ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇതിനി നിങ്ങൾ 3 കൊല്ലത്തിന് മുൻപ് വരെ ആ കാര്യം അങ്ങനെ തീർത്ത് പറഞ്ഞിരുന്നില്ല. ഇപ്പോഴും പറയാം, തികച്ചു ഇനി ഒന്നും തന്നെ ബാക്കിയില്ല. കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങളെ എടുത്തു കാണാൻ ബാക്കിയില്ല. ഇനി ഇത് കണ്ടല്ലോ, ഇത് അനുഭവിച്ചറിഞ്ഞല്ലോ, ഇതെങ്ങനെ വന്ന് ഇതിനി എങ്ങനെ നടപ്പിലാക്കണം, ഇതൊന്ന് എടുത്ത് കാണിക്കുന്നു. ഇതിന്റെ ഒരു വശമാണ് ഇപ്പൊ ആണിലും പെണ്ണിലെങ്കിലും ഇന്നുവരെ വന്നിട്ടുള്ള സന്യാസികൾ പറയുന്നത് വീട്ടിൽ കയറരുത്. വീടുമായിട്ട് ശങ്കരാചാര്യ എന്റെ അമ്മ കാലം ചെയ്തപ്പോൾ വീട്ടിൽ കയറി വന്നു എന്നുള്ള കാരണത്തിൽ ആ ശരീരം എടുത്ത് മറവ് ചെയ്യാൻ വരെ അടുത്ത അരി വീട്ടുകാരവിടെ വന്നില്ല എന്ന കാരണം സന്യാസി ആയിപ്പോയാൽ വീട്ടിൽ കയറിക്കൂടാണ്. അപ്പൊ സന്യാസി ആയിപ്പോയാൽ വീട്ടിൽ കയറിക്കൂടാന്നുള്ള ന്യായത്തിന് ഇങ്ങനെ കഴിഞ്ഞു പോയത് കൊണ്ട് എന്താണെന്നുള്ള ഒരു അറിവില്ലാതെ നമ്മളന്ന് ധരിച്ചു പോയത് കൊണ്ട് ആ ശങ്കര പരമ്പരയിലുള്ള സന്യാസം അതിനെ തുടർന്ന് തന്നെ വീണ്ടും ആ ആചാരം സൂക്ഷിച്ചു വന്നിരിക്കുക. ഇതിന്ന് വന്ന് ഓരോ സമുദായത്തിന്റെ വകയായി സന്യാസം അവശേഷിച്ചിരിക്കുക. നായർക്ക് വേണ്ടി നായർ സന്യസിക്കും. അങ്ങനെ ഇവിടെ കേരളത്തിൽ ഓരോ സമുദായത്തിനും അവർ ഓരോരുത്തർ സന്യസിച്ചേ പറ്റൂ. ആ നിലയിലും ദൈവം ഇവിടെ കൊണ്ടുവരാതിരുന്നില്ല. കാരണം ഏറ്റവും വലിയ ബ്രാഹ്മണന്റെ ഇടയിൽ കൊണ്ടുവന്ന് സന്യാസം കൊടുത്തു. പക്ഷെ അവനെന്ത് ചെയ്തു? അവന്റെ വകയാക്കി. അന്ന് ഇവിടെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു ചെറിയ രാജ്യമാണ്. ഇതിനുള്ള ജനങ്ങൾ, കാരണം ഈ കേരളത്തിന് വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകണം. എന്തെങ്കിലും നിലയിലേക്ക് അറിവ് വന്ന് വട ഇന്ത്യയിൽ അങ്ങനെ പരന്ന സ്ഥലത്തോട്ട് ഒരറ്റത്ത് കൊണ്ടുവന്ന് ഇത് കൊടുത്തു. ഇങ്ങനെ കൊണ്ടുവന്ന് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ 2 സന്യാസിമാരെ കൊണ്ടുവന്ന് കൊടുത്തു. അത് നിങ്ങൾക്കറിയാം. പക്ഷെ ഇതെല്ലാം അവർ ഓരോരുത്തരായിട്ട് അന്ന് ഒരു കൂട്ടർക്ക് വേണമായിരുന്നു, ഒരു കൂട്ടർക്ക് വേണ്ടായിരുന്നു, 2 കൂട്ടർക്കും വേണ്ടായിരുന്നു. ഒരു തരത്തില് എന്താണ് അല്പം അന്ന് തിന്നാനും അതൊന്ന് അവനെ മക്കളെങ്കിലും തുണി ഉടിപ്പിച്ചെടുക്കാൻ നടക്കാനും സൗകര്യമുള്ളവന് നരേനൂര് സ്വാമി ആ സമുദായത്തിലുള്ളവർക്ക് വേണ്ടായിരുന്നു. പിന്നെ ചട്ടമ്പി സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അത് ഇതുപോലെ പല സന്യാസിമാരും ഇങ്ങനെ ഭാരതത്തിൽ ജനിച്ച പതിവുണ്ട്. അതുകൊണ്ട് അതിലൊരു ഞങ്ങളത് വില വെച്ചിരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ അതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞ അവര് ഈ 2 കൂട്ടരും ഈ കാര്യം കണ്ടതുമില്ല, എടുത്തതുമില്ല. അപ്പൊ ഇത് ഏതാണ്ടൊരു സാക്ഷിത്വം വെച്ച് ആ ബ്രഹ്മമാർഗം ചെയ്തതുപോലെയാണ്.